സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക്. ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ ഏറെ സമയമെടുത്തും ഒരുപാട് ദൂരം വളഞ്ഞും പുളഞ്ഞും ജനാധിപത്യ സൗന്ദര്യത്തിന്റെ വിസ്മയങ്ങളുടെയും ഇടവഴികളിലൂടെ സഞ്ചരിച്ചുമാണ് ഹൈക്കമാൻഡിന് തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അല്ലെങ്കിലും ചരിത്രത്തിന്റെ സഞ്ചാരം ഒരിക്കലും ഋജുരേഖയിൽ ആയിരിക്കില്ലല്ലോ. കോൺഗ്രസ് ഒരു വിസ്മയമാണെന്ന കാര്യത്തിൽ കടുത്ത കോൺഗ്രസ് വിരോധികൾക്ക് പോലും ഇപ്പോൾ സംശയമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. 102 സീറ്റുകൾ നേടി LDFനെ തറ പറ്റിക്കുകയും CPMന്റെ അടിപതറാത്ത കോട്ടകളുടെ പോലും അടിത്തറയിളക്കി ആ പാർട്ടിയെ 26ലേക്ക് ഒതുക്കി സുനാമി തീർക്കുകയും ചെയ്ത UDF വിജയമാണ് ഒന്നാമത്തെ വിസ്മയം. കാൽ നൂറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ വീണ്ടും കൈവെള്ളയിൽ ഒതുക്കി എന്നതാണ് രണ്ടാമത്തെ വിസ്മയം. 1960ലെയും 2021ലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതുപോലെ 63 സീറ്റുകളുമായിട്ടാണ് കോൺഗ്രസ് ഇത്തരമൊരു കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ വിജയം ഇത്തവണ കാഴ്ചവെച്ചത്. ഇക്കഴിഞ്ഞ മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മുതൽ വിസ്മയങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നാണ് സർഗാത്മക ഭാഷയിൽ ഈ കലാപരിപാടിയെ ഇപ്പോൾ നാടുനീളെ പലരും വിശേഷിപ്പിക്കുന്നത്. 102 സീറ്റിന്റെ മിന്നും വിജയം കരഗതമായിട്ടും 4 ആളെ കൂട്ടി വിജയിച്ച MLAക്ക് ഒരു സ്വീകരണം നൽകാൻ പോലും പറ്റാത്തത്ര പാകത്തിലാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും നാടാകെ ഒഴുകി പരക്കുന്നത്. KC വേണുഗോപാലിനെ പിന്തുണച്ചതിന്റെ പേരിൽ കല്യാണ വീട്ടിൽ ചെന്ന കോൺഗ്രസ് MLAക്കെതിരെ എതിർപക്ഷം കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് നാം സാക്ഷി. MLAക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ആ ജനാധിപത്യ സൗന്ദര്യം ഗോകർണവും സഹ്യനും കടന്ന് അങ്ങ് ഡൽഹി വരെ വ്യാപിച്ചിരുന്നു. കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി തലയിൽ കെട്ടിയ ആപ്പിൾ പോലെ തുടുത്ത മുഖമുള്ള സുന്ദര കുട്ടപ്പന്മാരായ യൂത്തന്മാരോ NSU പുലിക്കുട്ടികളോ അല്ല, ലീഗിലെ പിന്മുറക്കാരായ MSF യുവതുർക്കികളാണ് VD സതീശന്റെ മുഖ്യമന്ത്രിയാക്കാൻ ഡൽഹിയുടെ തെരുവുകളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ പ്രകടനം നടത്തിയത്. ആടെന്തറിയുന്നു അങ്ങാടി വാണിഭം എന്ന് ചോദിച്ചാൽ ആടിന്റെ തലയറുത്ത് തവനൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം അർമാദിച്ചവർക്ക് എളുപ്പം കാര്യം പിടികിട്ടും. 22 സീറ്റുകളിൽ ചിലതിൽ 1,00,000-ന് മേൽ ഭൂരിപക്ഷം നേടിയ ലീഗിന്റെ പടയണികൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഞങ്ങൾക്കുമുണ്ട് അവകാശമെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കങ്ങട്ട് അന്യായമാവില്ല. ഒഴക്കി വോട്ടുകളെ ഉള്ളുവെങ്കിലും അജണ്ട സെറ്റ് ചെയ്യാനൊക്കെ പ്രാപ്തിയുള്ളവരുടെ സതീശൻ വാഴ്ത്തുപാട്ടുകൾ പോലെ പരിഹാസ്യവും ആവില്ല അതെന്ന് തീർച്ച. തമിഴ്നാട്ടിൽ തോൽവി ഏറ്റുവാങ്ങിയ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ താൻ മത്സരിച്ച മണ്ഡലത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയാൻ ചെന്നപ്പോൾ കണ്ണീരൊഴുക്കുന്ന ജനത്തെയാണ് കണ്ടത് എങ്കിൽ കേരളത്തിൽ ഫ്ലക്സ് യുദ്ധവും തെരുവ് തല്ലും സോഷ്യൽ മീഡിയ പോരുമൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അരങ്ങ് തകർത്തത്. ഇതും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണത്രേ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ അമേരിക്കൻ മോഡൽ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് രീതി വരെ നിർദ്ദേശിച്ച മാധ്യമ വിശാരദന്മാരുള്ള നാടാണ് നമ്മുടേത്. തിരഞ്ഞെടുപ്പിൽ അടപടലം ഇടപെട്ട മാധ്യമങ്ങൾ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിലും ആവേശപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലുമില്ലാത്ത TVK എന്ന കക്ഷിയുടെ നേതാവ് ജോസഫ് വിജയ് പിന്തുണ തട്ടിക്കുട്ടി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും സഭയിൽ വിശ്വാസം നേടുകയും ചെയ്തിട്ടും കേരളത്തിൽ സീറ്റെണ്ണത്തിൽ സെഞ്ചുറി കടന്ന UDFലെ കോൺഗ്രസ് ഇന്നേ നാൾ ഈ സമയം വരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാവാതെ വഴിയിൽ വീണ് ഉഴലുകയായിരുന്നു എന്നത് ഒരേ സമയം വിസ്മയവും ജനാധിപത്യത്തിന്റെ സൗന്ദര്യവുമാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഹൈക്കമാൻഡാണ് കോൺഗ്രസിന്റെ മറ്റൊരു വിസ്മയം. നാഴികയ്ക്ക് 40 വട്ടവും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈക്കമാൻഡ് എന്നാൽ എന്താണ് സാധനമെന്ന് ആർക്കെങ്കിലും അറിയുമോ? ആരാണ് ഹൈക്കമാൻഡ്? എന്താണ് ആ ബോഡിയുടെ ഘടന? എത്ര പേരുണ്ട്? ആരാണ് പരമാധ്യക്ഷൻ? 4 മെമ്പർഷിപ്പുള്ള സദാ കോൺഗ്രസുകാരൻ മുതൽ മേലറ്റത്തുള്ള നേതാക്കൾ വരെ ഭക്തിപാരവശ്യത്തോടെ പലവൂരും ആവർത്തിക്കുന്ന ഈ ഹൈക്കമാൻഡ് ലോ കമാൻഡിനും താഴെയായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നാം കണ്ട രസകരമായ മറ്റൊരു വിസ്മയ കാഴ്ച. മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസ് പരമാധ്യക്ഷൻ. പക്ഷേ ഹൈക്കമാൻഡ് അദ്ദേഹമാണോ? ഖാർഗെക്ക് തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. ഖാർഗെയും രാഹുലും തീരുമാനിച്ച് തീർന്നില്ലെങ്കിൽ പ്രിയങ്ക രംഗപ്രവേശം ചെയ്യും. എന്നിട്ടും തീരുമാനമായില്ലെങ്കിൽ നമ്പർ 10 ജൻപതിൽ നിന്ന് മാഡം സോണിയാജി അരങ്ങത്തെത്തും. അപ്പോഴാണ് യഥാർത്ഥ തീരുമാനം വരിക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു വഴിക്കായിട്ടുണ്ടാവും. അപ്പോൾ ആരാണ് യഥാർത്ഥ ഹൈക്കമാൻഡ്?
ബൂത്ത് പ്രസിഡന്റ് മുതൽ AICC അധ്യക്ഷൻ വരെയും സാക്ഷാൽ ഹൈക്കമാൻഡിനെ പോലും നിയമിക്കുന്നതിൽ ജനാധിപത്യ രീതിയുടെ കണിക പോലും ദർശിക്കാനാവാത്ത കോൺഗ്രസിൽ താക്കോൽ സ്ഥാനങ്ങളിലടക്കം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കുടിയിരുത്തുന്ന കോൺഗ്രസിന്റെ അക്കമഡേഷൻ പൊളിറ്റിക്സിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കാണുന്നവർ ഒട്ടൊന്നുമല്ല. യഥാർത്ഥ ഇടത് തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന CPM വിമർശകർ മുതൽ അംബേദ്കറൈറ്റുകളും സ്വത്വവാദികളും ഇടതോരം ചേർന്ന് സഞ്ചരിച്ചിരുന്ന സാംസ്കാരിക നായകരും ഉദാര ജനാധിപത്യവാദികളും വരെയുള്ളവരുണ്ട് ഈ ജനാധിപത്യ സൗന്ദര്യാരാധകരിൽ. ഫലമറിഞ്ഞ് 10 നാളായിട്ടും ഒലക്കമേലെ ഹൈക്കമാൻഡ് എന്തെടുക്കുകയാണെന്നാണ് ചില നിഷ്കളങ്കരുടെ ചോദ്യം. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്നേ കട്ടേൺ റൈറ്റിന് പറയാനുള്ളൂ. ഇതിനൊക്കെ കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ ഒരു പ്രോസസ് ഉണ്ട്. കേന്ദ്ര നിരീക്ഷകരെത്തി സാമാജികരെ കണ്ടു. മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടു കഴിയുന്ന മൂവരിൽ ഒന്നാമനാരെന്ന് അവരുടെ തലയെണ്ണി കണക്കാക്കണം. തലയെണ്ണി ലിസ്റ്റ് എടുത്ത് അത് ഹൈക്കമാൻഡിന് സമർപ്പിച്ചു. പിന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. 6-ാം നാൾ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് വേണ്ടി പ്രഖ്യാപിച്ചു. തീരുമാനം ഉടൻ വരും. ഫ്ലക്സുകളെല്ലാം നീക്കണം. രായ്ക്ക് രാമാനം ബന്ധപ്പെട്ടവർ ഫ്ലക്സുകൾ നീക്കി. പക്ഷേ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം മാത്രം വന്നില്ല. പിന്നീടുള്ള ഉദ്യോഗജനകമായ മണിക്കൂറുകളിലാണ് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ മഹാസൗന്ദര്യം മാലോകർക്ക് അനുഭവവേദ്യമായി തുടങ്ങിയത്. MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം തേടിയ റിപ്പോർട്ട് ലഭിച്ചിട്ടും തീരുമാനമെടുക്കുന്നതിൽ ഹൈക്കമാൻഡ് വഴിമുട്ടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ വിശാലമായ വഴികൾ ഹൈക്കമാൻഡിന് മുമ്പിൽ തുറന്നു കിട്ടിയത്. KPCC മുൻ പ്രസിഡന്റുമാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന നേതാക്കൾ തുടങ്ങി സകലരെയും വിളിച്ചുകൂട്ടി ചർച്ചയോട് ചർച്ച. അഭ്യൂഹങ്ങൾ പലതും അന്തരീക്ഷത്തിൽ പാറി നടന്നു. ആശ്വാസത്തിന്റെയും ആശങ്കയുടെയും സമ്മിശ്ര വികാരങ്ങൾ പല കേന്ദ്രങ്ങളിലും അലയടിച്ചു. ചാനലുകൾ ഓരോരുത്തരുടെയും മെറിറ്റും ഡീമെറിറ്റും സാധ്യതകളും തടസ്സങ്ങളും അനവരതം അവലോകനം ചെയ്തുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികരോട് അഭിപ്രായം തേടുന്നത് പാർട്ടിയുടെ ജനാധിപത്യ രീതി. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിക്കുന്നത് ജനാധിപത്യ മര്യാദ. മുതിർന്ന നേതാക്കളോട് ചർച്ച ചെയ്യുന്നത് വിശാല ജനാധിപത്യം. തീർച്ചയായും ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, തർക്കമില്ല. പക്ഷേ ജനാധിപത്യത്തിന് സൗന്ദര്യം കൂടിക്കൂടി ഇനി UDF വോട്ട് ചെയ്തവരെയും മുന്നണിയെ പിന്തുണച്ചവരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പക്ഷം ചേരുന്ന മീഡിയ പ്രതിനിധികളെയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെയും അവസാനം മലയാളികൾ മതിയാവാതെ വരുമ്പോൾ അന്നം തേടി കേരളത്തിൽ വന്ന ബംഗാളികളെ വരെ ഹൈക്കമാൻഡ് വിളിക്കുന്ന അസുലഭ സുന്ദര സന്ദർഭങ്ങൾ സാധ്യമാവുമോ എന്ന് പോലും ചിന്തിച്ചു പോയിടത്താണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യ സങ്കല്പം സുരഭില ശോഭയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. തെരുവിലെ തമ്മിൽ തല്ലും ഗോഗോവിളികളും ഒട്ടൊന്ന് ശമിച്ചെങ്കിലും ചാനൽ മുറികളും സോഷ്യൽ മീഡിയയും അംഗം കൊഴുപ്പിച്ചുകൊണ്ടിരുന്നു. KC വേണുഗോപാലിനാണ് നറുക്കു വീഴുകയെന്ന് ആരുടെയൊക്കെ ഉള്ളിൽ ആശങ്ക ഉരുണ്ടുകൂടിയപ്പോൾ പട നയിച്ചവൻ നാട് നയിക്കുമെന്ന തെരുവിലെ അട്ടഹാസം ചാനൽ മുറികളിലേക്ക് ആവശ്യത്തോടെ സംക്രമിച്ചു. നാട് മുഴുവൻ പടനായകന് വേണ്ടി കേഴുന്നു എന്ന പ്രതീതിയിൽ ആരവങ്ങൾ ഉയർന്നു. ജനഹിതം കൂടി നോക്കണം എന്ന മുറവിളികൾ ഉയർന്നു. രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ പോലും പോസ്റ്ററുകൾ വന്നു. തിരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച സെഫോളജി വിദഗ്ധന്മാരെ പോലെ ചാനൽ ഫ്ലോറിലെ അവതാരകന്മാർ ദീപാദാസ് മുൻഷിയോടൊപ്പം നിൽക്കുന്ന ഭാവി മുഖ്യമന്ത്രിമാരുടെ മുഖഭാവം നോക്കി ബോഡി ലാംഗ്വേജിൽ തങ്ങൾക്കുള്ള അവഗാഹം തെളിയിച്ചു. ആരുടെ മുഖത്താണ് ആത്മവിശ്വാസം, ആരുടെ മുഖമാണ് വാടിയിരിക്കുന്നത് എന്നൊക്കെ കുതൂഹലപൂർവ്വം നിരീക്ഷിക്കാൻ തുടങ്ങി. ജേർണലിസം പഠിച്ചാൽ മാത്രം പോരാ, സെഫോളജി സ്കില്ലും ജ്യോത്സ്യവും മനഃശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവുമെല്ലാം വശമുള്ളവരായിരിക്കണം ഇനിയുള്ള നാളുകളിൽ ചാനലുകളിൽ ജോലിക്ക് അപേക്ഷിക്കേണ്ട മാധ്യമപ്രവർത്തകർ എന്നിടം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനിയുമുണ്ട് മറ്റു ചില വിസ്മയങ്ങളും ജനാധിപത്യത്തിന്റെ സൗന്ദര്യ കാഴ്ചകളും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് ആഹ്വാനിച്ചുകൊണ്ട് UDF വിജയത്തിന് ചുക്കാൻ പിടിച്ചവരുടെ സംഘത്തിലെ സമുന്നതരിൽ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. VD സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നത് അദ്ദേഹത്തിന്റെ ന്യായമായ ഒരു ആഗ്രഹ പ്രകടനമാണ്. അതിൽ തെറ്റുമില്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ എന്തിനിടപെടുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ പലരും അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിയാൻ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വികാര വിജൃംഭിതമായ ആ മനോഭാവം മായ്ച്ചു കളയാൻ ആവില്ലല്ലോ. സംവരണാവകാശത്തിന്റെ പ്രശ്നം തെരുവിൽ കൊണ്ടുവരേണ്ട ഒന്നല്ലെന്ന സർഗാത്മക കാഴ്ചപ്പാടിൽ നിന്ന് സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തെരുവ് വിപ്ലവം വേണമെന്ന സമനാത്മക ചിന്തയിലേക്കുള്ള ഇவ்விധം ഒരു പരിണാമത്തിൽ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ ആഹ്ലാദിപ്പിൻ എന്നേ കട്ടേൺ റൈറ്റിന് പറയാനുള്ളൂ. 3 പേരിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാൻ ഇത്രയും പങ്കപ്പാടുണ്ടെങ്കിൽ
63 പേരിൽ നിന്ന് 10 മന്ത്രിമാരെ നിശ്ചയിക്കാൻ എത്രമാത്രം ജനാധിപത്യ സൗന്ദര്യം ഒഴുക്കേണ്ടി വരും കോൺഗ്രസിനെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ആരെങ്കിലും മുഖ്യമന്ത്രിയാവുമല്ലോ. ഇനിയിപ്പോ ഞെരിപ്പായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ഒരു പരിഹാരം കാണണം. ക്യാബിനറ്റ് ചേർന്ന് ആശാവർക്കർമാരുടെ റെമ്യൂണറേഷൻ 21,000 രൂപയാക്കുന്ന ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടണം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് സംവിധാനം ഒരുക്കണം. ഓണപരീക്ഷയ്ക്ക് മുമ്പെങ്കിലും പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കണം. സർക്കാർ ആശുപത്രികളിൽ മരുന്നും ഉപകരണങ്ങളും യഥേഷ്ടം എത്തണം. ആഭ്യന്തര വകുപ്പിനെ RSSൽ നിന്ന് മോചിപ്പിക്കണം. വെള്ളാപ്പള്ളി മുതൽ ശശികല വരെയുള്ളവരുടെ വിഷനാവുകൾക്കും വിദ്വേഷ പ്രസ്താവനകൾക്കും വിലങ്ങിടാൻ ശക്തമായ നടപടികൾ എടുക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ദ്രുതഗതിയിലാക്കണം. പിന്നെ വിഷനുകൾ അനവധി നടപ്പാക്കണം. അങ്ങനെ ഉറച്ച സൽഭരണത്തിന് അടിത്തറ പാകി അഴിമതിയും കെടുകാര്യസ്ഥതയും പമ്പ കടത്തി കെട്ടുറപ്പോടെ മുമ്പോട്ട് പോകാൻ തയ്യാറെടുക്കട്ടെ. അപ്പോഴായിരിക്കും ജനാധിപത്യത്തിന്റെ കൂടുതൽ വശ്യരൂപമാർന്ന സൗന്ദര്യവും വിസ്മയങ്ങളും കാണാനാവുക. ഭരണം മാറി, ഇനി കേരളവും മാറും. ശുഭസ്യ മംഗളം.